അസ്സലാമലൈക്കും. എന്തൊക്കെ വിശേഷം? സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് കഴുകിയെടുത്ത ശേഷം അതൊന്ന് ചട്ടിയിലിട്ടുകാണ്ടൊന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സവാളയും കൂടി അരിഞ്ഞേക്കാം. ഒരു 5 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചതിൻ്റെ ശേഷം നമുക്ക് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും അരച്ച് വെച്ചത് അതും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്തോളി. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യും. പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സാളും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കി. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കനും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ ചിക്കൻ ഇതാ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കട്ടൊന്നും ഇല്ലാത്ത എല്ലാം മിക്സായി അരിഞ്ഞിക്കണമെന്നൊക്കെ ഒന്ന് നോക്കാം. നാവൊക്കെ ഒളുക്കുന്നുണ്ട് കേട്ടോ പറയുമ്പോൾ. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഇങ്ങോട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ബ്രെഡാണ്. ഈ ബ്രെഡ് നമുക്കിങ്ങനെ പ്ലേറ്റിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഇങ്ങനെ ഈ കൂട്ട് വെച്ച് കൊടുക്കാം. ഇത് ഓരോ ബ്രെഡിൻ്റെ മേലെ ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തോളി. ഇത് ഏകദേശം ഒരെണ്ണത്തിന് 4 ബ്രെഡോളം വേണം കേട്ടോ. ഏകദേശം ഒരു പാക്കറ്റ് ബ്രെഡ് വെച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരു പാക്കറ്റ് ബ്രെഡിൽ നിന്ന് 4 എണ്ണം കിട്ടും. 4 എണ്ണം ഏകദേശം ഒരു 6 കേക്കൊക്കെ തിന്നാണ്ടാവും. അപ്പോൾ ആദ്യം 3 ബ്രെഡ് എടുത്തിട്ട് ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ നല്ലോണം നിറച്ച് വെച്ചോളി. നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് ഈ ബ്രെഡ് മേലൊക്കെ വെച്ചിൻ്റെത് ഓരോന്നെടുത്തുകൊണ്ട് ഒന്നിൻ്റെ മേൽക്കും അങ്ങനെ 3 തട്ടാക്കി വെച്ചതിൻ്റെ ശേഷം പിന്നെ ഒന്നും വെക്കാത്തൊരു ബ്രെഡ് എടുത്ത് അതിൻ്റെ മേലെയും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ മെല്ലെ അതിന് അതിൻ്റെ മസാലയും കാര്യങ്ങളൊന്നും വികാത്ത കൊലത്തിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു സ്ലൈസ് ബ്രെഡും കൂടി അതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളല്ലേ. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടവർക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ. ഇനി നമുക്കിതിൻ്റെ ഷേപ്പ് ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു കവർ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ആക്കിയെടുക്കണം. എന്നിട്ട് അതിൽ ഈ ബ്രെഡ് വെച്ചിട്ട് ഇതേപോലെ മടക്കിയ ശേഷം 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് 4 ബ്രെഡിൻ്റെ രൂപത്തിൽ തന്നെ ആക്കിയെടുക്കാം. ഇതേപോലെ ഇനി നമുക്കിതൊരു നൂല് വെച്ചിട്ട് ടൈറ്റാക്കി കെട്ടി കൊടുക്കാം കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്തോളി. അപ്പോൾ ഇത്രയേ ഉള്ളൂ.
പണി ഇനി നമുക്കിതില്ല, നല്ലോണം കെട്ടി നല്ല ടൈറ്റാക്കി കെട്ടിയതിൻ്റെ ശേഷം ഫ്രീസർക്ക് വെച്ച് കൊടുക്കാം. ഇത് ഫ്രീസർ എടുത്തതിൻ്റെ ശേഷം കട്ട് ചെയ്ത് കണ്ട് പൊരിക്കണേക്കാരം കുറച്ചും കൂടി നല്ലത്. ഇങ്ങനെ പൊരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നിങ്ങൾ പൊരിച്ചാൽ മതി. പിന്നെ ഒരു കാര്യം, അതിൻ്റെ ഉള്ളത്തെ ഫില്ലിങ്സും പിന്നെ ആ ബ്രെഡൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, പിന്നെ ഫില്ലിങ്സ് കുറച്ച് പുറത്തേക്കൊക്കെ വരും. അപ്പോൾ അതിനെക്കാട്ടി ബെറ്ററായി തോന്നിയത് ഫ്രീസറിലൊന്ന് വെച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ട് നമ്മളെടുത്ത് കണ്ട് പൊരിച്ചെടുക്കുമ്പോഴാട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല ടൈറ്റിൽ വലിച്ച് നൂല് നല്ലോണം ടൈറ്റാക്കി കെട്ടി കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യും. പിന്നെ നിങ്ങളെന്തെങ്കിലുമൊക്കെ കമൻറ്റൊക്കെ ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഇതാ അതേപോലെ 4 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ കൊണ്ടേക്കാണ്ട് ഫ്രീസർക്ക് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് പൊരിക്കുക, ആവശ്യമില്ലെങ്കിൽ ഫ്രീസറിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഫ്രീസർക്ക് കയറ്റിയിട്ടുണ്ട് 4. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഫ്രീസായപ്പോൾ ഞാൻ എടുത്തുകാണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഒന്നേ ഇപ്പോൾ ആവശ്യമുള്ളൂ, അപ്പോൾ 1 ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ കട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ വേണ്ടിയത്. അപ്പോൾ ഇതാ നമുക്ക് ഇനി ഇത് എണ്ണയൊക്കെ ഇട്ട് പൊരിച്ചിക്കാൻ ഇതേമാതിരി ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ തന്നെ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ തണുപ്പ് അറിണീൻ്റെ കുറച്ച് മുന്നേ തന്നെ ആക്കിക്കോളി, അപ്പോഴേ നമുക്ക് നല്ലപോലെ കിട്ടുള്ളൂ. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇവിടെ ബ്രെഡ് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കേണ്ട അടിപൊളി ടേസ്റ്റാണ്, നല്ല ജ്യൂസിയാണ്, നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതുവരെയായിട്ട് ആരും ട്രൈ ചെയ്തിട്ട് വേഗം പോയി ട്രൈ ചെയ്തോളി. സിമ്പിളാണ് റെസിപ്പി, അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്, കഴിച്ചുകൊണ്ട് നിൽക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്ത വീഡിയോ പിന്നെ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.